മോഹൻലാലിനെ നായകനാക്കിയ സംവിധായകൻ VS ശ്രീകുമാർ ഒരുക്കിയ ചിത്രമായിരുന്നു ഒടിയൻ. ഒടിയന് ശേഷം ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് പുതിയ ചിത്രം ചെയ്യാൻ ഒരുങ്ങുകയാണ് VS ശ്രീകുമാർ എന്നാണ് റിപ്പോർട്ടുകൾ. VS ശ്രീകുമാർ തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ലാലേട്ടനൊപ്പം എന്റെ അടുത്ത ചിത്രം എന്നാണ് ശ്രീകുമാർ കുറിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രോജക്ടിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമല്ല. അതേസമയം മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയോടെ റിലീസായ ഒരു ചിത്രമായിരുന്നു ഒടിയൻ. മഞ്ജു വാര്യറായിരുന്നു ചിത്രത്തിലെ നായിക. വാനോളം പ്രതീക്ഷയോടെ എത്തിയ ഒടിയൻ പക്ഷേ ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് നേരിട്ടത്. ഇത്രത്തോളം ഹൈപ്പോടെ ഒരു മലയാള സിനിമയും റിലീസ് ചെയ്തിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ആ ഹൈപ്പിനൊത്ത വിജയം ഒടിയന് നേടാൻ സാധിച്ചതുമില്ല. സംവിധായകൻ VS ശ്രീകുമാർ റിലീസിന് മുൻപ് പറഞ്ഞ വാക്കുകളായിരുന്നു ഒടിയന്റെ ഹൈപ്പ് കൂട്ടിയതും പിന്നീട് പരാജയത്തിനും കാരണമായതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ബോട്ടോക്സ് എന്ന ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. ഇത് താരത്തിന്റെ മുഖത്തെ പേശികളുടെ ചലനത്തെ ബാധിച്ചുവെന്നൊക്കെ അക്കാലത്ത് വാർത്തകൾ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ചിത്രം പരാജയപ്പെടുക മാത്രമല്ല, ഒടിയന് ശേഷം മോഹൻലാലിന്റെ മുഖമാകെ മാറിപ്പോവുകയും ചെയ്തുവെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. പല്ലിന്റെ പോലും ഘടന മാറിയെന്നും അതുകൊണ്ട് തങ്ങളുടെ ലാലേട്ടന്റെ പഴയ ചിരി പോലും നഷ്ടപ്പെട്ടു എന്നതടക്കം ആരാധകർ പറഞ്ഞിട്ടുണ്ട്. ആരാധകർ ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് പോലും മോഹൻലാൽ ഒടിയന് മുൻപും ഒടിയന് ശേഷവും എന്നാണ്. ഇതിനെല്ലാം ഇവർ കുറ്റക്കാരനായി കാണുന്നത് VS ശ്രീകുമാർ എന്ന സംവിധായകനെയുമാണ്. എന്തായാലും ശ്രീകുമാറിന്റെ പുതിയ പോസ്റ്റിന് പിന്നാലെ ട്രോൾ പൂരമാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. പ്രോജക്ട് ഉറപ്പായ നിലയ്ക്ക് ഒരു അപേക്ഷയുണ്ട്. ഒടിയൻ പോലെ തള്ളരുത്. ഒടിയൻ മോശമായിട്ടല്ല, പക്ഷെ നിങ്ങൾ തള്ളിയതിന്റെ പകുതി പോലും ഒടിയനിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്തായാലും നിങ്ങളെ വിമർശിച്ച എന്നെ പോലെയുള്ള ലാൽ ഫാൻസിന് മറുപടി നൽകുന്ന സിനിമയാകണം, മറ്റൊന്നും പറയാനില്ല. പിന്നെ ഇത് പരസ്യമാണെങ്കിൽ നിങ്ങളുടെ പാടായി, ആശംസകൾ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. അല്പം കൂടി കഞ്ഞി ബാക്കിയുണ്ട്, ഏട്ടന്റെ നേരൊന്ന് ഇറങ്ങി വിജയിച്ചു, അപ്പ വന്നോളും ആ സാധു മനുഷ്യനെ വീണ്ടും എയറിലാക്കാൻ. ദൈവത്തെ ഓർത്ത് താങ്കൾ അദ്ദേഹത്തെ വെറുതെ വിടുക. ഒടിയൻ സെക്കൻഡ് ഉണ്ടോ, ജസ്റ്റ് തള്ളാതെ ഇരുന്നാൽ തന്നെ 100 ദിവസം ഓടിക്കോളും. എന്റെ പൊന്നു ചേട്ടാ, ലാലേട്ടൻ ഇപ്പോഴാണ് ഒന്ന് ട്രാക്കിലോട്ട് വന്നു തുടങ്ങിയത്. ആ മനുഷ്യനെ പിന്നെയും കൊണ്ടുപോയി കുഴിയിലിടരുത്. ഒടിയന് ശേഷം അങ്ങേർക്ക് ഒന്ന് ഷേവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചപ്പോൾ സമാധാനമായില്ലേ അണ്ണ? ഇനിയും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി ആ മഹാനടനെ ഉപദ്രവിക്കല്ലേ എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം ശ്രീകുമാറിന് പിന്തുണ അറിയിച്ചെത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇത് സിനിമയല്ല, ഒരു പരസ്യ ചിത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു കമ്പനിയുടെ പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് ഈ ഷൂട്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. മോഹൻലാൽ പുതിയതായി ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയാണ് മോഹൻലാലും VS ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുന്നത് എന്ന കാര്യം നേരത്തെ ശ്രീകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഒടിയന്റെ പ്രധാന ലൊക്കേഷനായിരുന്ന പാലക്കാടാണ് ഈ പരസ്യ ചിത്രവും ഷൂട്ട് ചെയ്യുന്നത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരസ്യ മേഖലയിൽ സജീവമായ ആളാണ് VS ശ്രീകുമാർ. പുഷ് എന്ന പേരിലുള്ള ശ്രീകുമാറിന്റെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ പരസ്യങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമാ സൂപ്പർ താരങ്ങളും അഭിനയിച്ചിട്ടുമുണ്ട്. ശ്രീകുമാർ സംവിധാനം ചെയ്ത ഒരേ ഒരു ചിത്രമായിരുന്നു ഒടിയൻ. ഇതിനുശേഷം മാപ്രകരാസികളുടെ ജീവിതം പറയുന്ന ഒരു ബോളിവുഡ് ചിത്രം VS ശ്രീകുമാർ പ്രഖ്യാപിച്ചിരുന്നു. മിഷൻ കൊങ്കൺ എന്ന് പേരിട്ട ഈ ചിത്രത്തിൽ മോഹൻലാലിനെ തന്നെയായിരുന്നു നായകനായി നിശ്ചയിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.